അയ്യോ 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 എന്തോ അത്ര ആലോചന. ഞാൻ ആലോചിക്കും, എനിക്കിപ്പോൾ ഈ റൂമിലോട്ട് കയറുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മളൊരു അംഗം ഇവിടുന്ന് പോയില്ലേ, നമ്മളെ മിനിമോള്. എന്തോന്ന്? നിങ്ങൾ കട്ടെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കട്ടെടുത്തത്, പ്രസിഡന്റും കൊണ്ടുപോയി അയാളെ വീട്ടിൽ. എന്നിട്ട് അയാൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ട ഉടനെ അയാൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദ്യവും. നമ്മൾ കൊണ്ടുപോകണത് പ്രശ്നമുള്ളൂ, നേതാക്കന്മാർക്ക് എന്തു ആവാം. ഇനി പറഞ്ഞാൽ നമുക്ക് മേടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അല്ല, അത് അതിന്റെ വാശിയാണ്. ഒരു മിനിമോൾക്ക് പകരം നമ്മൾ 2 മിനിമോൾ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് തലക്കലും ഒന്ന് കാൽക്കലും വെച്ചിട്ട് കാറ്റ് കൊള്ളും. നാളെ എന്താ പരിപാടി? നാളെ എനിക്ക് ഒരു തടിലേലം ഉണ്ട്. നമ്മളെ അൻസാറിൻ്റെ ഒരു മാമായിക്ക് ഒരു ആഞ്ഞിലി വേണം. അപ്പോൾ അത് 2 നാളെ ലേലത്തിൽ ഒന്ന് ഒതുക്കി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് പിന്നെ വേറെ 1-2 പരിപാടികളൊക്കെ ഉണ്ട്. ഒരു വണ്ടി നോക്കണം. അപ്പോഴേ ഞാൻ നാളെ രാവിലെ പോകട്ടോ. ക്ലീറ്റോനെ എപ്പോഴാണ് പോകണ്ടേ? നീ എവിടെ പോണേ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ? അമ്മാവിൻ്റെ വീട് വൃത്തിയാക്കല്. ഓ, അത് ആ വീടിന് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. അതിനെ പൊളിച്ചിട്ട് അവിടെ ഒരു ആദ്യം പുതിയ അമ്മാവനെ ഉണ്ടാക്കി പുതിയ വീട്. ബംഗ്ലാവാ ക്ലീറ്റോ? എന്താ പറയണേ? കൊട്ടാരം കൊട്ടാരം, അവിടത്തെ രാജാവല്ലേ. ഇവിടെ കൊണ്ടുപോണില്ല കേട്ടാ. എവിടെ? പിന്നെ ഞാൻ ആ പരിപാടി വേണ്ട തങ്കം. ഉത്തരവാദിത്തമായിട്ട് എവിടെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം. അവളിവിടെ നിന്നോളൂല്ലേ? അത് വേണ്ട, അവളിവിടെ നിൽക്കണ്ട. പിന്നെന്താ കുഴപ്പം? പിന്നെ ലേലത്തിന് നിന്റെ ഹവീൽദാർ ഓടി. എന്റെ ക്ലീറ്റോ, ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് നീ നല്ലും കൊണ്ട് ഇവിടുത്തെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയാം, ഈ കണ്ട വെയിൽ മുഴുവനും കൊണ്ട് വല്ല അസുഖം വരുത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ അവിടെ കൂടെ കൊണ്ടുപോകണം. വേണ്ട, പറയണ കേട്ടാ മതി. പിന്നെ ഒരെണ്ണത്തിന് നോക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോഴേ നല്ലൂനെ കൂടി എവിടെ കൂടെ കൊണ്ടുപോയി എടി, എവിടെ കൂടെ കൊണ്ടുപോയി ജോലികളൊക്കെ പഠിപ്പിക്ക്. വീട് വൃത്തിയാക്കലും നോക്കലും ഒക്കെ. പിന്നെ അല്ലാതെ പിന്നെന്തോ. രാവിലെ പോവാ. പോയിട്ട് എപ്പോഴാ വരണേ? മറ്റന്നാളാ? ഒരു ദിവസമുള്ള. ഞാൻ വിചാരിച്ചൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. എനിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടിയാ. സ്വസ്ഥത ഇല്ലാതിരിക്കാണല്ലോ. നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആഘോഷിക്കൂടി. എനിക്കിതൊന്നും വേണ്ട. ഒന്നാമത് ചൂട് ജനൽ പറഞ്ഞിട്ട് എനിക്ക് തണുപ്പാണ്. നിനക്ക് തണുക്കും. ഞാൻ ഇറങ്ങി അൻസാറേ, ഇറങ്ങി. എടാ, നമ്മൾ നേരത്തെ വന്നിട്ട് കാര്യമുണ്ടോ? അവിടെ വരേണ്ടവർ ബാക്കി അവരൂടെ വരണ്ടേ? ലേലത്തിന് ആൾക്കാരും കൂടെ വന്നാലല്ലേ കാര്യം നടക്കുള്ളൂ. ഓക്കെ. ഏറിയ ഒരു 15-20 മിനിറ്റ്. എടാ എത്തൂടെ? നീ വെച്ചാറേ. ശരി. ജമന്തിയായി ഒന്ന് പോവാനിറങ്ങിയോ? പോട്ടെ. ഇനിയിപ്പം അമ്മാവൻ്റെ വീട് നന്നാക്കാൻ പോയവർക്ക് ഇനി ഇടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നായിട്ട് തോന്നി. എന്ത് ചെയ്യും? താക്കോലിട്ടിരിക്കട്ടെ, ഞാൻ കൊണ്ടുപോകണില്ല. അതും പറഞ്ഞ് ഇവിടുന്ന് കാപ്പി കുടിക്കണമെന്ന്. വാ, എൻ്റെ അടുത്ത് പറഞ്ഞ് കാപ്പിയൊക്കെ ആയാ? ഉപ്പുമാവ് വേണ്ട. എന്താ? അതെ, ഇവിടെ പറഞ്ഞ അമ്പളിക്കുട്ടനും തുല്യമാണ് നീ പറഞ്ഞ സാധനം. ഉപ്പുമാവാ? ഞങ്ങള് 3-ാം നാളാ ഉപ്പുമാവും ഞാനുമായിട്ട്. വേണ്ട, ഒന്നും വേണ്ട, കുഴപ്പമില്ല. ഞാനിപ്പോ വഴി ഒരു ചായ കുടിച്ച് പൊക്കോളാം. തട്ടിന്റെ പുറത്തെ ഈ പാത്രം കിടന്നപ്പോ ഞാൻ ഒന്ന് കൈ വൃത്തിയാക്കാൻ പറഞ്ഞു. അപ്പൊ അവൾക്ക് ആരോഗ്യമില്ലെന്ന്. അത് ശരി. അപ്പൊ നിന്റെ കഴിക്കാൻ പോണോ നീ? ഞാൻ ഇപ്പൊ വഴി ഒരു ചായയും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചോളാം. അത്യാവശ്യം പോണോ? ലേലോ ഒരു തടിയിലേല നോക്കട്ടെ. ഉണ്ണായി എത്താൻ പറ്റുമെന്ന് അറിയണ്ട. ലേലമല്ലേ, അത് ഇപ്പൊ വിളിച്ചൊക്കെ വരുമ്പോഴേക്കും ചിക്കൻ മേടിച്ചാലേ. ഷംസിന്റെ കടയിൽ പുതിയ നാടൻ കോഴികൾ നടപ്പുണ്ട്. അതെ, നാടൻ കോഴി നല്ലതാ. വെള്ളം കോഴി വാങ്ങിക്കണേ നാടനാണ്. കറി ഇന്നലെ മേടിച്ച കപ്പ ഇരിപ്പുണ്ട്. ഞാൻ ഉടൻ പറിച്ചിട്ട് ഈ കാന്താരി കുറച്ച് ഉടച്ചിട്ട് കപ്പ അടിച്ചു പൊളിക്കാളെന്ന് വെച്ചേക്ക്. നീ നേരത്തെ കപ്പയും നാടൻ കോഴിയും ഭയങ്കര. കപ്പയും നാടൻ കോഴി പണ്ട് നമ്മള് കുറെ കളിയാ. അതാ പറഞ്ഞു. നീ വാ നോക്കട്ടടാ, ലേലമല്ലേ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എത്താൻ പറ്റില്ലേ? അത് അങ്ങനെ കയറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലേ ശരിയാവില്ല. ഞാൻ എത്താൻ പറ്റുമെങ്കിൽ എത്തും കേട്ടാ. എനിക്ക് വേണ്ടി കാത്തൊന്നും ഇരിക്കണ്ട. നോക്കാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണേ? അത് ഞാൻ കഴിച്ചോളാം. നമ്മള് ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോയത്. നിനക്ക് ഇന്ന് വേറെ പരിപാടി ഒന്നും ഉണ്ട്? അടിച്ചു പൊളിക്കാലേ നമ്മളത്. അവധി ദിവസം ചിക്കനും കൂട്ടി കഴിക്കണേ. വാടി വാ. പോകുന്നില്ല, എല്ലാം കരുതി കാണണം. ഇതിൽ വെക്കണോ ചിക്കൻ?
ഇതിനകത്ത് വെക്കണോ ചിക്കൻ? ആ എന്നാ പിന്നെ അതിച്ചിരി അരി കൂടെ ഇട്ട് ബിരിയാണി ആക്ക്. ഞാനൊരു കാര്യം പറയാം, നിന്റെ ഈ മാമാക്ക് വേണ്ടിയിട്ട് ഇനി തടി നോക്കാൻ ഞാൻ വന്നാൽ നമ്മളെ തടി കേടാവും. ഇല്ല ഞാനില്ല, ഞാൻ വരില്ല. എന്നെ വിളിക്കാൻ വേണ്ട. എന്തൊന്ന് മനുഷ്യൻ അയാൾ. ഇല്ലെങ്കിൽ ഇത്രയും ഒരു വെയിലത്ത് ദാഹിച്ചുള്ള വെള്ളം കുടിക്കണമെന്ന് ചോദിക്കാൻ കാണി ചോരയില്ലാത്ത മനുഷ്യൻ. ഞാൻ ഇല്ല. നീ നിന്റെ മാമക്ക് തടി ഒപ്പിച്ച് കൊടുത്താൽ മതി. ശരി ശരി. ഇഷ്ടം അളിയോ അളിയോ. ഏയ് ഏയ് അളിയാ, ആരും ഇല്ല ഇവിടെ. മക്കളെ ഇവിടെ അച്ഛനമ്മയൊക്കെ ഇവിടെ ഉറങ്ങുവാന്നാ? ചോറും കഴിച്ചില്ല മക്കള്? ചോറ് കഴിച്ചാ? എന്താ കഴിച്ചേ? ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ. ഫ്രൈ ഉണ്ടായിരുന്നു? കപ്പ ഉണ്ടായിരുന്നു? എനിക്ക് കപ്പ ഇഷ്ടമല്ല. കപ്പ കഴിച്ചില്ലേ? ആ കഴിക്കണ്ട. വിളിക്ക് അച്ഛനമ്മ വിളിച്ചിട്ടോ. ആ നല്ലുന്റെ പങ്ക് കപ്പയും കൂടെ ചേർത്ത് ഇങ്ങോട്ട് കഴിച്ചിട്ടുള്ള ഉറക്കമാണല്ലേ? ഞാൻ അവിടെ ലേലത്തിന് പോയി ആകെ ലേറ്റ് ആയി പോയി. അവിടെ ലേലം വിളി എന്ന് പറഞ്ഞ ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ്. ഉച്ച ഊണ് കഴിഞ്ഞാൽ ഉച്ച ഉറക്കം. അല്ല അളിയും വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞില്ല. എടുക്ക് വിളമ്പ്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ലേലത്തിന്റെ എടുക്ക്. നിങ്ങൾ കഴിച്ചാ? ലേലം കഴിഞ്ഞു. ലേലം അലങ്കോലമായി. അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. അല്ല ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് കഴിക്കാം. അളിയൻ രാവിലെ കപ്പയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല അളിയൊരു ഉറപ്പ് പറയാതല്ലേ പോയത്. അപ്പൊ ഈ അപ്പൊ ഈ സംഭവിച്ചാല് ഒരാൾക്കൂടെ ചോറ് ഇട്ടിരുന്ന ഞങ്ങൾ അധികം അരി ഇട്ടിരുന്നായിരുന്നു. പക്ഷെ ഈ അസീസും മറ്റേ അവൻ്റെ ഒരു ഫ്രണ്ടോടെ വന്നായിരുന്നു. അപ്പൊ പിന്നെ ഈ ചിക്കൻ ആയതുകൊണ്ട് അവര് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നേ, പെട്ടെന്ന് കേറി വന്നതാ. കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ചേട്ടാ ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. മോരും ചമ്മന്തിയും ഉണ്ട്. ഒരു മെഴുകുവരട്ടി കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. അത് വേണ്ട. ഒരു നേരം കറിയായിരുന്നു. അപ്പൊ അവരെല്ലാരും നന്നായിട്ട് കഴിച്ചു. ആരെങ്കിലും ഒക്കെ കഴിച്ചല്ലോ. ഞാനതൊരു നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. രാവിലെ വിളിച്ചപ്പോ ചേട്ടന് ഉറപ്പ് പറഞ്ഞില്ലല്ലോ വരുമെന്ന്. അതെ അളിയനെല്ലാം നല്ലോണം നിർബന്ധിച്ചോ. ഞാൻ മനസ്സിൽ അപ്പോഴേ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണ് കഴിക്കാന്ന്. ഇത് അറിഞ്ഞെങ്കിൽ എന്നെ ആ അൻസറിന്റെ മാമാക്കാരനാണെങ്കിൽ കുഴിമന്തി കഴിക്കാൻ നല്ലോണം നിർബന്ധിച്ചത്. ഞാൻ എന്നിട്ട് കഴിക്കാതെ ഇതിനു വേണ്ടി വന്നതാണ്. വേണ്ട അളിയാ, ഇത് നമ്മളൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ വന്ന് കയറിയ വരുത്തന്മാര്. ഒന്നുമില്ല. നിങ്ങൾ പോയി സമാധാനം ഉണ്ടായിരുന്നു. അവിടെ ഇച്ചിരി അരിയൊക്കെ ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ എനിക്ക് പറ്റും. ഞാൻ വിചാരിച്ചാൽ പറ്റൂടെ, അതൊന്നും കാര്യമൊന്നുള്ള കാര്യമല്ല. അല്ലളിയാ, ഇത്രയൊക്കെ തന്നെ. എല്ലാവർക്കും നമ്മള് ആളുകൾ ഉള്ളപ്പോൾ ഉള്ളു. പങ്കം ഉണ്ടായിരുന്നെങ്കിൽ. കഷ്ടമായിപ്പോയി. നാത്തും പ്രത്യേകം പറഞ്ഞതായിരുന്നു. നമ്മളെ നോക്കാനുള്ളവർ നമ്മളെ നോക്കാൻ വീട്ടിലില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വേറെ അതല്ലേ. ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. അമ്മാവന് അവിടെ ഒരു വീട് നോക്കാൻ ഒരാളെ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ സ്വയം എനിക്കത് പറയണ്ടേ. ഒരു പ്രശ്നവുമില്ല. മനഃപൂർവ്വം ഉച്ചയ്ക്ക് നീ വന്ന സമയത്ത് ഈ അസീസ് കയറി ധാരണ നമുക്കില്ലായിരുന്നു. അതിന് ഞാൻ നിന്നോട് പോലെ പരാതി പറഞ്ഞോ? ഇല്ലല്ലോ. എന്റെ അടുത്ത് പറഞ്ഞില്ലേ? അവളെ വിളിച്ച് പറഞ്ഞതിന്. പിന്നെ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കഴിക്കാൻ വന്ന് കൈ കഴുകി ഇരുന്നപ്പോൾ അവിടെ ഒന്നുമില്ല, തീർന്നു. പിന്നെ ഞാൻ എണീറ്റിങ് വന്നു. പിന്നെ നീ എന്നെ ഊട്ടിന്ന് ഞാൻ പറയണോ? നീ ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലും ഉണ്ടാക്കി തരില്ലായിരുന്നു. എന്തിനടേ? ഞാനെവിടെ എനിക്ക് പ്രസക്തി ഇല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ സുഹൃത്ത് അസീസ് അവരൊക്കെ അല്ലേ വലുത്. നമ്മള് അവനെങ്കിലാണോ നീ എന്റെ അളിയനല്ലേ? പറച്ചില് മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ കാലം കഴിഞ്ഞ് ഭാര്യമാര് മരിക്കാൻ പോയി. അതിന് മുമ്പെങ്ങാനും അവളുമാർ പോയാണ്ടല്ലോ നമ്മളിവിടെ കിടന്ന് ആഹാരവും ഇല്ല വെള്ളവും ഇല്ലാതെ കഷ്ടപ്പെട്ടു പോകും. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പൊ അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ. നീ ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിനക്ക് അവിടെ നിന്ന് ആഹാരം കഴിക്കാറുണ്ട്. അവള് വയ്യെന്ന് പറഞ്ഞില്ലല്ലോ. അവള് ചമ്മന്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വേറെ എന്താ ഒരു കരട് ഉണ്ടാക്കിയിട്ട് ഒരു മുട്ടയോടെ പരിചയതാണ് തീർന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. വാശി അങ്ങനെ വാശി അടിക്കാൻ നമ്മളല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നൊരു ബുദ്ധിയൊന്നുമില്ല. വർഷത്തില് 365 ദിവസത്തിൽ 300 ദിവസവും നിരാഹാരവും സദ്യയായിട്ട് നടക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എനിക്ക് ഒരു നേരം കഴിച്ചില്ലാതെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു പോയി. നിങ്ങൾ അവിടെ രാവിലെ നീ എന്നെ വിളിച്ച് ചിക്കനും മറ്റേ കപ്പയും അത് ഇതെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇല്ലെങ്കിൽ എനിക്ക് അയാൾ വിളിച്ചപ്പോൾ കഴിച്ചിട്ട് വന്നാൽ പോരെ. ഒരു നേരം പട്ടിണി ഇരുന്നോ? ഇതിപ്പോ എനിക്ക് പ്രശ്നം. ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ വൈകിട്ട് പോയി ചായ 2 തട്ടുദോശയെ കഴിച്ച് കുഴപ്പമൊന്നുമില്ല. അത് തന്നെ ഒരു നേരം പട്ടിണി ഇരുന്നോ? ഇനിയിപ്പോ രാത്രി ഇരിക്കണ്ടല്ലോ, അത്താഴം മുടക്കണ്ട. അടിയാ എനിക്ക് വേണ്ട. നിങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിച്ചാൽ മതി. വേണ്ടതോ?
എനിക്ക് വേണ്ട. അത് പറഞ്ഞേ എനിക്ക് വേണ്ടാത്തോണ്ട് ഞാനും പറഞ്ഞില്ലേ ഈ വെള്ളം കുടിച്ചാലും ഉയിര് കിടക്കും. നീ എന്തുവാടേ പറഞ്ഞത്? നീ വരുമെന്ന് വൈകുന്നേരം നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചിട്ടാണ് കല്യാണത്തിൽ പോയിട്ട് പോലും അവിടെ നിന്ന് ഒരുപാട് കഴിക്കാൻ ഞങ്ങൾ വന്നത്. എന്തിന്? അവിടെ വേറെ ആഹാരം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴാ പറഞ്ഞ അല്ല ഗ്ലിറ്ററിൽ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി. തമാശകൾ പറയല്ലേ, കുറേശ്ശെ പറ. നീ ആവശ്യമില്ലാത്തതൊന്നും പറ. നീ എനിക്ക് വേണ്ടി ഇനി അവിടെ പോയിട്ട് കഴിക്കാം. അവിടെയും കല്യാണത്തിനെല്ലാം തീർന്ന അതായിരിക്കും. അതല്ലടാ ഇപ്പം വന്നാൽ താമസിച്ചോ, ഫുഡൊക്കെ കഴിച്ച് വരാൻ താമസിച്ചോ, നമുക്ക് അവന് ഉച്ചയ്ക്ക് വിഷമായി പോയി. വൈകുന്നേരം നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറയാം. അവള് വിളിച്ച് ഒരേ പരാതി. എനിക്ക് മനസ്സിലായി. ഇപ്പൊ വരുത്തനെന്ന് വന്നു കയറിയവൻ തന്നെയാണ്. നമ്മളെ കൂടപ്പുറപ്പുകളെ പോലെ കുടുംബാംഗങ്ങളെ പോലെ ഒന്നും ആവൂല. മാത്രമല്ല ഞാൻ വേറെ അന്യമതക്കാരായി. അതൊക്കെ ഒരു അടി വെച്ചാണല്ലേ? എന്താടാ പറഞ്ഞ നീ? അങ്ങനെയാണോ നമ്മളെ തമ്മില്? നീ മതം നോക്കിയിട്ടാണോ ജാതി നോക്കിയിട്ടാണ് ഇവിടെ പണ്ട് കഴിച്ചോണ്ടിരുന്നത്? നിങ്ങൾ മതം നോക്കിയിട്ടാണ് എന്റെ പെങ്ങൾ എന്നോട് ഇറങ്ങി വന്നത്. ഞാനതൊന്നല്ല ഉദ്ദേശിച്ചത്. ആവശ്യമായിട്ട് പറയരുത്. നിങ്ങള് സഹോദരങ്ങളെ പോലെ കുടുംബക്കാരെ പോലെ വരൂല. നമ്മള് അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന അങ്ങനെയല്ല, ഒരാൾ ജീവിക്കുന്ന അങ്ങനെയല്ല. ജാതി മതമൊന്നുമല്ല ഇതിന്റെ ഒരു തടസ്സം നിൽക്കുന്നത്. അളിയായിപ്പോ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് നിവർത്തി ഇല്ലാതെയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് അത് വെച്ച് എന്നെ വരാൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വന്നു. അതില്ലായിരുന്നു, അത് കഴിഞ്ഞു. പക്ഷേ നീ ഇത്തരം കാര്യങ്ങൾ വലിച്ചടക്കണ്ട. നീ വെറും രാഷ്ട്രീയക്കാരനാവരുത്. ഈ രാഷ്ട്രീയക്കാരാണ് ഈ ജാതി മതം പൊക്കി നടക്കുന്നത്. എനിക്ക് വേണ്ട. ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോകണം. നീ ഒരു കാര്യം ചെയ്യും. ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധമാണ്. നീ അസീസിനെ വിളി, അവനെ വിളിച്ച് ഭക്ഷണം കൊടുക്കും. നീ ഒരു മനസ്സിച്ച് പെരുമാറല്ലേ? അയ്യേ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവൻ ചിലപ്പോൾ മോശമാണ്. ഞാൻ കിടക്കാൻ പോണെന്ന് എനിക്കൊരു പരാതി. നീ ചുമ്മാ ഇളയാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇപ്പോൾ വെള്ളം കൂടി. മാത്രമല്ല പുതിയ ഡയറ്റ് നോക്കാന്ന് വെച്ച്. രാത്രി ഭക്ഷണം ഒന്നും ഒഴിവാക്കിയാൽ ഇച്ചിരി വെയിറ്റ് കുറയെങ്കിലേ ഇന്നത്തെ കഴിഞ്ഞ് ഡയറ്റ് നോക്കിയാ നീ വാങ്ങോട്ട് ഒരു കാര്യം ഞാൻ എടുത്തോണ്ട് അങ്ങോട്ട്. എന്തിന്? അത് വേണ്ട. ഞാൻ ഇപ്പോൾ വേണ്ട ഒരു ബന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിച്ച് ഇച്ചിരി വെള്ളം കുടിച്ചു. മതി, അത്രയൊക്കെ മതി. ഒന്നും സംഭവിക്കില്ലയാ. ഞാൻ രാവിലെ നമുക്ക് കാണാം. നീ പ്രശ്നമൊന്നുമില്ല. തങ്കം വരുമല്ലോ. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ തങ്കം വരും. നീ വരുന്നില്ലേ? എനിക്ക് വേണ്ട. നീ പണക്കിട്ടാണ്? അല്ലടേ, പിണക്കമൊന്നുമില്ല. നീ ചെല്ല്. നല്ലവന് ഇതിനേക്കാളും പക്വണ്ടാ. നീ ഇതെന്തോന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടൊക്കെ ഉള്ള കാര്യം നല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കാര്യമാക്കണ്ട. നീ ചെല്ല്. എനിക്ക് തലവേദന എടുക്കണം. ഞാൻ ഇച്ചിരി കിടക്കട്ടളിയാ. ഇതൊരു കട്ടനായിട്ടുണ്ടായിരുന്നു. വേണ്ടെന്നേ. ഇവിടെ കട്ടൻ ഇവിടെ എന്തൊരു തേയിലയും കാപ്പിപ്പൊടിയും എല്ലാം കൊണ്ട് എല്ലാ സാധനവും ഇവിടെ ഇരിപ്പുണ്ട്. പണക്കാരാണല്ലോ, നിങ്ങൾക്ക് ഒന്നും വേണ്ട. ആവശ്യം പോലെ പൈസ, ബിസിനസ് കാര്യങ്ങള് ഒന്നുകൂടെ ചോദിക്കണം. നീ പറഞ്ഞ എനിക്ക് വിശക്കണം. അവസാനമായിട്ട് ഞാൻ പറയണം, എനിക്ക് വേണ്ട. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. നല്ല ചപ്പാത്തി ആയിക്കോട്ടെ. ചപ്പാത്തിയോ ചിക്കൻ കറിയോ ഇതൊന്നും കിട്ടാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അളിയും ചെല്ല് പോയി കഴിക്കുമോ. വേണ്ടേ? നീ വെറുതെ നിർബന്ധിച്ചിട്ട് പോ. അത്ര സമയം കൂടെ കളയും. വെറുതെ നീ പോയി കഴിയും. വിശന്നിരിക്കണ്ട. നീ പോയി അസിസ്റ്റന്റ് നിർബന്ധിക്കും. ചുമ്മാ ഒരു നിർബന്ധിക്കലുകാരൻ വന്നേക്കണം. അഭിനയം ചുമ്മാ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് വേണ്ടി ഒരെണ്ണം ഞാൻ ഉച്ചയ്ക്ക് വന്നില്ലെങ്കിൽ എന്ന് കുറച്ച് മാറ്റി വെച്ചൂടെ? അവൾക്കങ്ങനെ, അവളാണ് പാഷാണത്തെ കൃമി. അവളങ്ങനെയൊന്നും ചെയ്യൂല. അവന് പിന്നെ നന്മയുണ്ടോ എൻ്റെ മനസ്സിൽ? വന്നില്ലേ? അവൻ പണങ്ങിയിരിക്കുക. അവൻ ഉച്ചയ്ക്ക് നമ്മൾ പറ്റിച്ച് ഞാൻ എങ്ങനെയും ജീവിച്ചോളാം, തങ്കമില്ലാത്തോണ്ടല്ലോ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാൻ. അവൻ പണങ്ങിയിരിക്കുക. അതുകൊള്ളു. ഇതറിഞ്ഞത് നമുക്ക് കല്യാണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഈ പരാതി വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് വന്നവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാതെ പറഞ്ഞാൽ മനസ്സിലാണ്ടവന്. നിർബന്ധിക്കായിരുന്നില്ല ഏട്ടാ. ഞാൻ ഇനി കാല് പിടിക്കാൻ പറ്റുമോ? ആരഴിക്കാനല്ലേ ഞാൻ പറയാൻ. ഇനി എന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതുകൂടെ അറിയുമ്പോഴത്തേക്ക് അവർക്ക് അതിനേക്കാൾ ദേഷ്യമാവും. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ?
എന്തിനാ വിളിച്ചാളേ? നീ ഇങ്ങനെ ഉറക്കം നിലവിളിക്കുന്നായിട്ടല്ലോ തങ്കം ഒന്ന്. എപ്പോ? അത് കേട്ടല്ലേ ഞങ്ങൾ എന്ത് കാര്യം പറയലേ? അളി അതെ, തങ്കത്തിന് ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് പറയുകയാണ്, കിട്ടുന്നില്ല. അളിയൊന്ന് ഫോണിലെടുത്ത് വിളിച്ചാളിയാ. നീ ഇത്ര ആവലാതിപ്പെടാ? വിളിക്ക്, ഫോണിലെടുത്ത് വിളിക്കളി. അവളെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് മുമ്പ് അമ്മാവനെ വിളിച്ച് സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പൊ എന്ത് പ്രശ്നം എന്താ നിനക്ക്? രാവിലെ വിളിക്ക് വരൂലേ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്തിന്? തക്കളിയില്ല, തങ്കമില്ല, അപ്പം വിളിച്ചിട്ട് കിട്ടുകയാണ്. അല്ലെ, എനിക്ക് കാര്യം മനസ്സിലായി. നമ്മളിങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി ഓടി പോകുന്ന സമയത്ത് വീട്ടിലിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. ഇപ്പോൾ അതിന് ടെൻഷൻ മനസ്സിലായില്ലേ? നമ്മളിവിടെ നിന്ന് മാറിയിരിക്കുമ്പോൾ ഇതുപോലെ അവരും ടെൻഷൻ അടിക്കാറുണ്ട്. എവളെ കാണാൻ ഒരു ദിവസം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ തങ്കത്തിനെ കാണാത്തപ്പോൾ അതിന് ഭയങ്കര ടെൻഷൻ ഇല്ലേ? അല്ലെ ഇങ്ങനെ 8 ദിവസം 10 ദിവസമൊക്കെ ഡൽഹിയിലും എറണാകുളത്തൊക്കെ പോയി നിൽക്കൂലേ? അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷവും അവൾ ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കും. അവളെ ആശ്വസിപ്പിക്കലായിരുന്നു അന്ന് നമ്മുടെ പരിപാടി. ഇന്നിപ്പോൾ അളിയനെ ആശ്വസിപ്പിക്കാൻ വന്നേക്കാണ്. വാങ്ങിട്ടോ ചേട്ടാ, അവിടെ വന്ന് കിടക്കും. വാടാ. എന്ത്? എവിടെ കിടന്നോളാം. എന്ത്? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒറ്റയ്ക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും അളിയനൊന്നും ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ ഉറക്കം പോയി. നീ പോയി കിടന്നോ. ഞാനും എൻ്റെ അളിയനും കൂടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഴയ ക്ലീറ്റോയും കനകനുമായിട്ട് ഇങ്ങനെ കുറെ നേരം ഇരിക്കട്ടെ. ശരിയെന്ന്. എൻ്റെ പൊന്നളിയാ, ഇത്രയുള്ള നമ്മളൊക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.